بسم الله الرحمن الرحيم. السلام عليكم ورحمة الله تعالى وبركاته. بسم الله والحمد لله والصلاة والسلام على أشرف رسول الله وعلى آله الفائزين برضا الله أما بعد. മുഅ്മിനീങ്ങളെ, അള്ളാഹു നമ്മെ കബൂലാക്കട്ടെ. റബ്ബ് നമ്മുടെ പാപങ്ങൾ പുറത്തു തരട്ടെ. നമ്മുടെ രോഗങ്ങൾ അള്ളാഹു ശിഫയാക്കട്ടെ. നമ്മിൽ നിന്നും മരിച്ചവരുടെ ഖബർ അള്ളാഹു സന്തോഷത്തിലാക്കട്ടെ. തെറ്റുകുറ്റങ്ങൾ അവർക്കും നമുക്കും അള്ളാഹു നിരുപാധികം മാപ്പാക്കി തരട്ടെ. നമ്മുടെയും നമ്മുടെ കുടുംബത്തിന്റെയും സൃഷ്ട ആയുസ് അള്ളാഹു പൊരുത്തപ്പെട്ട വഴിയിൽ ഇസ്സത്തോടെ, സന്തോഷത്തോടെ, ദീർഘായുസോടെ കഴിഞ്ഞ് ഈമാൻ സലാമത്തായി മരിക്കാനുള്ള ഭാഗ്യത്തിൽ അള്ളാഹു എത്തിച്ചു തരട്ടെ എന്ന് ആമുഖമായി ദുആ ചെയ്യുകയാണ്. പരിശുദ്ധമായ റജബ് മാസത്തിന്റെ ഏറ്റവും വലിയൊരു സമ്മാനമാണ് സൂറത്തുൽ ഫാത്തിഹ എന്നുള്ളത്. അള്ളാഹു നിസ്കാരം എന്ന് പറയുന്ന മഹത്തായ അനുഗ്രഹം നമ്മളിലേക്ക് എത്തിച്ചത് റജബ് മാസത്തിലൂടെയാണ്. ഈ റജബ് മാസത്തിൽ എത്തിയ നിസ്കാരത്തിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഭാഗമാണ് സൂറത്തുൽ ഫാത്തിഹ. മഹാന്മാരായ നമ്മുടെ അയിമ്മത്ത് പറയുന്ന ചില അഭിപ്രായങ്ങളുടെ അടിസ്ഥാനത്തിൽ സൂറത്തുൽ ഫാത്തിഹയുടെ അവതരണവും റജബ് മാസത്തിലാണ്. അപ്പൊ എന്തുകൊണ്ടും നാം ഏവരും മനസ്സിലാക്കി വെക്കേണ്ട, മഹത്വങ്ങൾ അറിഞ്ഞിരിക്കേണ്ട ഒരു ചർച്ചയാണ് സൂറത്തുൽ ഫാത്തിഹയെ സംബന്ധിച്ച് നാം ഇന്ന് ഉദ്ദേശിക്കുന്നത്. അള്ളാഹു നമ്മുടെ അറിവിലും നമ്മുടെ അമലിലും ബറക്കത്ത് ചെയ്ത് അനുഗ്രഹിക്കട്ടെ എന്ന് വീണ്ടും ദുആ ചെയ്യുകയാണ്. ആമുഖങ്ങളില്ലാതെ നേരെ വിഷയത്തിലേക്ക് കടന്നു വരുന്നു. ഘടനയിൽ വളരെ ചെറുതാണ് സൂറത്തുൽ ഫാത്തിഹ. പരിശുദ്ധമായ ഖുർആനിന്റെ മറ്റു അധ്യായങ്ങളെ വെച്ച് നോക്കുമ്പോൾ വലിപ്പം വളരെ കുറവാണ്. ആയത്തുകളുടെ എണ്ണം വെറും 7 ആയത്തുകളാണ് സൂറത്തുൽ ഫാത്തിഹയിൽ നമുക്ക് കാണാൻ കഴിയുന്നത്. മാത്രവുമല്ല, ഒരുപാട് രഹസ്യങ്ങൾ നിറഞ്ഞു നിൽക്കുന്ന ഒരു അധ്യായവും കൂടിയാണ് പരിശുദ്ധമായ സൂറത്തുൽ ഫാത്തിഹ. അള്ളാഹുവിന്റെ ദീനിന്റെ സർവ്വ ലക്ഷ്യങ്ങളും ഈ 7 ആയത്തുകളിൽ ഉണ്ട് എന്നുള്ളതാണ് ഏറ്റവും വലിയ കാര്യം. തൗഹീദ് അള്ളാഹു എങ്ങനെയൊക്കെ മനോഹരമാക്കാൻ പറ്റുന്നുവോ അത് മുഴുവനും മനോഹരമാക്കിയിട്ട് അവതരിപ്പിച്ചിട്ടുള്ള പരിശുദ്ധ ഖുർആനിന്റെ ഏറ്റവും വലിയ ഒരു ആകത്തുകയാണ് സൂറത്തുൽ ഫാത്തിഹ. തൗഹീദ് മാത്രമല്ല, ആരാധനാ കർമ്മങ്ങൾ ഉൾപ്പെടെ, നിയമങ്ങൾ ഉൾപ്പെടെ, മുന്നറിയിപ്പുകളും വാഗ്ദാനങ്ങളും ഉൾപ്പെടെ റബ്ബിന്റെ ഭാഗത്തു നിന്നും ഉണ്ടാകാവുന്ന പരിശുദ്ധ ഖുർആനിലെ 113 അധ്യായങ്ങളിൽ കൂടി പറഞ്ഞത് മുഴുവൻ ഈ ഒരൊറ്റ അധ്യായത്തിൽ അള്ളാഹു സന്നിവേശിപ്പിച്ചിട്ടുണ്ട് എന്നുള്ളതാണ് സൂറത്തുൽ ഫാത്തിഹയുടെ ഏറ്റവും വലിയ അത്ഭുതം. മാത്രവുമല്ല, അള്ളാഹു റബ്ബുൽ ഇസ്സത്തിന്റെ ജലാലിയത്തിന്റെയും കമാലിയത്തിന്റെയും ജമാലിയത്തിന്റെയും സിഫത്തുകൾ പറഞ്ഞ് റബ്ബിനെ പ്രകീർത്തിക്കാവുന്നതിന്റെ ഏറ്റവും മനോഹരമായ വരികളും സൂറത്തുൽ ഫാത്തിഹ തന്നെയാണ്. ഈ 7 ആയത്തുകൾ ഒരു ചിപ്പാണ്. ആ ചിപ്പിന്റെ ഒരു വലിയ വിശാലമായ പഠനമാണ് പിന്നീട് ഖുർആനിൽ കാണുന്ന അൽ ബഖറ മുതൽ അന്നാസ് വരെയുള്ള അധ്യായങ്ങൾ. ഖുർആൻ തന്നെ അത്ഭുതം, എന്നാൽ ഖുർആനിലെ ഏറ്റവും വലിയ അത്ഭുതം സൂറത്തുൽ ഫാത്തിഹയാണ്. നമ്മുടെ ജീവിതത്തോട് ഈ അധ്യായം എത്രമാത്രം ബന്ധപ്പെട്ട് നിൽക്കുന്നു എന്നുള്ളത് നാം ഓരോരുത്തരും ആലോചിക്കാം. പരിശുദ്ധ ഖുർആനിൽ 114 അധ്യായങ്ങളിൽ ഈ ഒരു അധ്യായമാണ് ഒരു മുസ്ലിമായ മനുഷ്യൻ മനപ്പാടമാക്കൽ നിർബന്ധമുള്ളൂ. മനപ്പാടമാക്കിയില്ലെങ്കിൽ പോലും മുസ്ലിമാണോ ഇത് പാരായണം ചെയ്യൽ നിർബന്ധമാണ്. ഈ അധ്യായം പാരായണം ചെയ്യൽ ഒരു വിശ്വാസിയുടെ ജീവിതത്തിൽ നിർബന്ധമാണ്. ഈ അധ്യായം നിസ്കാരത്തിന്റെ 14 ഫർളുകളിൽ ഒരു ഫർളായി ഇടം പിടിച്ചിരിക്കുന്നു. മനുഷ്യ ശരീരം കൊണ്ട് ചെയ്യുന്ന ഏറ്റവും വലിയ ആരാധനയായ നിസ്കാരം എന്ന് പറയുന്ന ആ ഫർളായ അമലിന്റെ അകത്തെ ഒരു പ്രധാന ഫർളായി സൂറത്തുൽ ഫാത്തിഹ ഇടം പിടിച്ചിരിക്കുന്നു. മാത്രവുമല്ല, ഇമാം ബുഖാരി, മുസ്ലിം ഉദ്ധരിക്കുന്ന ഒരു ഹദീസിൽ കാണാം, അൻ ഉബാദത്ത് ബിൻ സ്വാമിത്ത് റളിയല്ലാഹു അൻഹു ഖാല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ലാ സ്വലാത്ത ലിമൻ ലം യഖറ ബിഫാത്തിഹത്തിൽ കിതാബ്. സൂറത്തുൽ ഫാത്തിഹ ഇല്ലാത്ത നിസ്കാരം ഒരാളിൽ നിന്നും സ്വീകരിക്കപ്പെടുന്നില്ല എന്ന് പുണ്യനബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അപ്പൊ നിസ്കാരത്തിന്റെ ഫർള് എന്ന് പറയുന്ന തലത്തിൽ വരെ സൂറത്തുൽ ഫാത്തിഹ ബന്ധപ്പെട്ട് നിൽക്കുന്നു എന്ന് പറഞ്ഞാൽ, ഒരു സാധാരണക്കാരന്റെ ജീവിതത്തിലെ ഏറ്റവും മുഖ്യമായ ഒരു ഭാഗം, അവന്റെ ജീവനായി, അവന്റെ ദീനിന്റെ സർവസ്വവുമായി, അവന്റെ ഇബാദത്തിന്റെ ഏറ്റവും പ്രധാന ഘടകമായി അള്ളാഹു റബ്ബുൽ ഇസ്സത്ത് സൂറത്തുൽ ഫാത്തിഹയെ ഒരു മുസ്ലിമിന്റെ ജീവിതത്തിൽ ബന്ധപ്പെടുത്തി നിൽക്കുകയാണ്.
സൂറത്തുൽ ഫാത്തിഹയുടെ ഒരു പ്രധാന പേരാണ് ഉമ്മുൽ ഖുർആൻ എന്ന്. പരിശുദ്ധ ഖുർആന്റെ ഉമ്മ എന്നാണ് പറഞ്ഞത്. ഉമ്മ എന്ന് പറയുന്നത് സാധാരണ ആ പ്രയോഗം ഉമ്മ അല്ലെങ്കിൽ അമ്മ, മാതാവ് എന്ന പ്രയോഗം പ്രിയപ്പെട്ട സന്താനത്തെ പ്രസവിക്കുന്നു എന്നുള്ള രീതിയിലാണ് എങ്കിൽ, ഉൽപാദിപ്പിക്കുന്നു എന്ന രീതിയിലാണ് എങ്കിൽ, സൂറത്തുൽ ഫാത്തിഹയിൽ നിന്നും ലോകത്ത് തൗഹീദിന്റെ എല്ലാ തലങ്ങളും ആശയങ്ങളും, അല്ലാഹു റബ്ബുൽ ഇസ്സത്തിന്റെ ആധിപത്യത്തിന്റെ എല്ലാ ചിന്തകളും, പരിശുദ്ധമായ ദീനിന്റെ വിധികളും വിലക്കുകളും, റബ്ബിന്റെ ഖദറിലും ഖളായിലുമുള്ള വിശ്വാസധാരകളും സൂറത്തുൽ ഫാത്തിഹ ഉൽപാദിപ്പിച്ചതിന്റെ തുടർച്ചയാണ് അൽ ബഖറ മുതൽ അന്നാസ് വരെയുള്ള പ്രയോഗങ്ങൾ, സൂറത്തുകൾ, വചനങ്ങൾ എന്ന് നാം ഓരോരുത്തരും മനസ്സിലാക്കാം. എന്തിനാണ് നമ്മൾ ഇപ്പോൾ ഈ ചർച്ച കൊണ്ടുവരുന്നത്? പരിശുദ്ധ റജബ് മാസം സൂറത്തുൽ ഫാത്തിഹ അവതരിച്ചു എന്ന് മഹാന്മാരായ അയിമ്മത്ത് പഠിപ്പിച്ചിട്ടുള്ള ഒരു പ്രധാന മാസമാണ്. റജബ് മാസത്തിൽ സൂറത്തുൽ ഫാത്തിഹയ്ക്ക് ഒരു ബന്ധമുണ്ട്. റജബ് മാസത്തിലെ ഒരു പ്രധാന കർമ്മമാണ് നമ്മൾ നിസ്കരിക്കുന്ന ഫർളായ 5 നേരത്തെ നിസ്കാരം. നിസ്കാരത്തിന്റെ നിർബന്ധിതയും നിസ്കാരം നമുക്ക് അമലായി പ്രഖ്യാപിക്കുകയും ചെയ്യപ്പെടുന്നത് റജബ് മാസമാണ്. നിസ്കാരമാവട്ടെ ഫാത്തിഹയുടെ ഒരു ചട്ടക്കൂടാണ്. 4 റക്അത്ത് ളുഹർ നിസ്കരിക്കുന്ന ഒരു മനുഷ്യൻ 4 ഫാത്തിഹയ്ക്ക് ചട്ടക്കൂട് നിർമ്മിച്ച 4 റക്അത്തുകളാണ് അവൻ ആ നിസ്കാരത്തിലൂടെ സമർപ്പിക്കുന്നത്. ഫാത്തിഹയുടെ പാരായണമാണ് 17 റക്അത്ത് ഫർള് നിസ്കാരത്തിലൂടെ 17 ഫാത്തിഹയിലൂടെ ഒരു മനുഷ്യൻ ലോകത്ത് സൂറത്തുൽ ഫാത്തിഹയുടെ പാരായണം വഴി ഇവിടെ റബ്ബിന് ആരാധനകൾ സമർപ്പിക്കുന്നത്. അപ്പോൾ സൂറത്തുൽ ഫാത്തിഹ ഈ പ്രപഞ്ചത്തിൽ ഇങ്ങനെ വലിയ ഒരു ഒഴുകുന്ന ഒരു വലിയ ഒരു ആരാധനയുടെ പ്രവാഹമായി മാറിയിരിക്കുകയാണ്. അത്രത്തോളം ഈ ലോകത്തിന്റെ അനുഗ്രഹീത സാന്നിധ്യമായി സൂറത്തുൽ ഫാത്തിഹ നിലനിൽക്കുമ്പോൾ ആലോചിച്ച് നോക്കിയിട്ടുണ്ടോ? പരിശുദ്ധ ഖുർആനിന്റെ ഉമ്മയാണ് എന്ന് പറയുമ്പോൾ എത്രമാത്രം മഹത്വത്തിലാണ് ഈ അധ്യായം നിലകൊള്ളുന്നത് എന്ന്. അള്ളാഹുവിന്റെ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പഠിപ്പിക്കുന്ന ഒരു ഹദീസിൽ നമുക്ക് കാണാം. മഹാന്മാർ രേഖപ്പെടുത്തുന്നു, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ സത്യം ചെയ്ത് പറയാണ്, വല്ലദീ നഫ്സി ബിയദിഹി മാ ഉൻസിലത ഫിത് തൗറാത്തി വലാ ഫിൽ ഇൻജീലി വലാ ഫിൽ സബൂരി വലാ ഫിൽ ഖുർആനി മിസ്ലുഹാ. തൗറാത്തിലും ഇൻജീലിലും സബൂറിലും എന്ന് തന്നെയല്ല, പരിശുദ്ധ ഖുർആനിൽ പോലും ഇതുപോലത്തെ ഒരു അധ്യായത്തിന്റെ അവതരണം ഉണ്ടായിട്ടില്ലെന്ന് പുണ്യനബി സല്ലല്ലാഹു അലൈഹി മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം. അപ്പോൾ 4 വേദങ്ങളിലെയും സർവ്വ അധ്യായങ്ങളിലും ഏറ്റവും ഒന്നാം സ്ഥാനത്താണ് അധ്യായങ്ങൾ എന്ന നിലയിൽ പരിഗണിക്കുമ്പോൾ സൂറത്തുൽ ഫാത്തിഹയുടെ സ്ഥാനം എന്നുള്ളത് നാം മനസ്സിലാക്കാം. സൂറത്തുൽ ഫാത്തിഹ ലോകത്ത് നൽകുന്ന മഹിതമായ ഒരു പ്രമേയമുണ്ട്. അത് ഹിദായത്തിന്റെ പ്രമേയമാണ്. സൂറത്തുൽ ഫാത്തിഹയിലെ 7 ആയത്തുകളിൽ ആദ്യത്തെ 5 ആയത്തുകൾ റബ്ബിന്റെ പ്രകീർത്തനമായി നിലകൊണ്ട്, 6-ാമത്തെ ആയത്ത് മനുഷ്യ ജീവിതത്തിന്റെ സർവലക്ഷ്യമായ ഒരു പ്രാർത്ഥനയായി നിലകൊണ്ട്, 7-ാമത്തെ ആയത്ത് ആ പ്രാർത്ഥനയുടെ വ്യാഖ്യാനമായി നിലകൊണ്ട് സൂറത്തുൽ ഫാത്തിഹ ഒരു വലിയ മനുഷ്യ ജീവിത സിലബസ് നമ്മുടെ മുന്നിൽ സൃഷ്ടിക്കുകയാണ്. സൂറത്തുൽ ഫാത്തിഹയുടെ അന്തർധാരയിലൂടെയുള്ള ഒരു വിശ്വാസിയുടെ സഞ്ചാരം അവനെ കൊണ്ടുപോയി എത്തിക്കുന്നത് ഇസ്ലാമിക കർമ്മശാസ്ത്രത്തിലും ഇസ്ലാമിക വിശ്വാസശാസ്ത്രത്തിലും എന്ന് മാത്രമല്ല, റബ്ബിനെ തേടിയുള്ള അലച്ചിലിൽ റബ്ബ് എവിടെയെന്ന് കണ്ടെത്താനുള്ള ഉത്തരമായി സൂറത്തുൽ ഫാത്തിഹ മാറുകയാണ്. അള്ളാഹുവിന്റെ നാമത്തിൽ ഞാൻ തുടങ്ങുന്നു എന്ന് പറയുക സൂറത്തുൽ ഫാത്തിഹയുടെ ബിസ്മി എന്ന് പറയുന്ന പരിശുദ്ധമായ ആദ്യത്തെ വചനത്തിലൂടെ അങ്ങ് കടന്നു വരുമ്പോൾ റബ്ബിന്റെ റഹ്മാൻ റഹീം എന്ന് പറയുന്ന അസാധാരണമായ 2 വിശേഷണങ്ങളെ പഠിച്ച് റബ്ബിലേക്ക് സർവസ്തുതിയും പറഞ്ഞു പോകുന്ന ഒരു പ്രത്യേകമായ വൈകാരിക പ്രകടനമാണ് ആദ്യ ഭാഗം, സൂറത്തുൽ ഫാത്തിഹയുടെ ആദ്യ ഭാഗം. ബിസ്മില്ലാഹി, അള്ളാഹുവിന്റെ നാമം കൊണ്ട് ഞാൻ ആരംഭിക്കുന്നു, അള്ളാഹുവിന്റെ സർവനാമങ്ങൾ കൊണ്ടും ഞാൻ ആരംഭിക്കുന്നു. അർ-റഹ്മാനി റഹീം, റഹ്മാനും റഹീമുമായ അള്ളാഹ്. റഹ്മാൻ റഹീം എന്നതിന്റെ ആശയങ്ങളിലേക്ക് ചിന്തിച്ചാൽ ഒരു മനുഷ്യന്റെ മനോമുഖരം കൊണ്ട് അത് കീഴ്പ്പെടുത്താൻ കഴിയില്ല. അത്രയും വലിയ അവാച്യമായ 2 അർത്ഥങ്ങളാണ് റഹ്മാൻ റഹീം എന്നുള്ളത്. അതൊരു അനുഭൂതിയാണ്. കാറ്റ് സ്റ്റീവൻസ് എന്ന് പറയുന്ന മനുഷ്യൻ മുസ്ലിമായത് റഹ്മാൻ റഹീം എന്ന പദം കേട്ടുകൊണ്ടാണ്. അള്ളാഹുവിന്റെ കാരുണ്യത്തെ ബോധ്യപ്പെടുക എന്നുള്ളത് ഏതൊരു മനുഷ്യന്റെയും മനോമുഖരത്തിന്റെ പരമമായ
ഏതൊരു മനുഷ്യന്റെയും ചിന്താശക്തിയുടെ പൂർണ്ണമായ ഉപയോഗപ്പെടുത്തലിലൂടെ മാത്രം സാധ്യമാകുന്ന ഒരു വലിയ ദൗത്യമാണ് അള്ളാഹുവിന്റെ കാരുണ്യത്തെ ബോധ്യപ്പെടുക എന്നത്. അള്ളാഹു നമുക്ക് കരുണ ചെയ്യട്ടെ. അള്ളാഹുവിന്റെ കാരുണ്യത്തെ ബോധ്യപ്പെട്ടാൽ, അള്ളാന്റെ കാരുണ്യത്തെ ബോധ്യപ്പെട്ടാൽ, ഏത് അള്ളാഹ് റഹ്മാൻ, അവനെ വഴിപ്പെട്ടവനും ഗുണം ചെയ്യുന്നു, വഴിപ്പെടാത്തവനും ഗുണം ചെയ്യുന്നു. അള്ളാഹിനെ നിഷേധിച്ച് തള്ളിപ്പറയുന്ന നിരീശ്വരവാദിയും കല്യാണം കഴിച്ചാൽ കുട്ടികൾ ഉണ്ടാവുന്നു. അള്ളാഹുവിനെ തള്ളിപ്പറയുന്ന, റബ്ബിനെ നിഷേധിക്കുന്ന ധിക്കാരി, അവൻ കച്ചവടം ചെയ്താലും ലാഭമുണ്ടാവുന്നു. അവനും അള്ളാഹിനെ വഴിപ്പെടുന്നവൻ ശ്വസിക്കുന്ന പോലെ തന്നെ ശ്വസിക്കാൻ ഓക്സിജൻ കിട്ടുന്നു. വഴിപ്പെട്ടവനും വഴിപ്പെടാത്തവനും ഗുണം ചെയ്യുന്ന അല്ലാഹ് റഹ്മാൻ റഹീം, വഴിപ്പെട്ടവർക്ക് പ്രത്യേക പരിഗണന നാളെ അവന്റെ കാരുണ്യത്തിന്റെ ഭാവത്തിൽ മാറ്റിവെച്ചിരിക്കുന്ന അള്ളാഹുവിന്റെ റഹ്മാൻ എന്ന് പറയുന്ന പദവി, ആ വിശേഷണത്തെ ബോധ്യപ്പെടുന്ന ഒരടിമ. റഹ്മാൻ, റഹ്മ്, ഗർഭാശയം എന്ന ആ ഒരു പ്രയോഗം പോലും അറബിയിൽ റഹിമ് എന്ന് പറഞ്ഞാൽ ഗർഭാശയമാണ്. ഗർഭാശയം എവിടെ? ഈ ഭൂമിയിലെ ഏറ്റവും വലിയ കരുണ പെയ്തിറങ്ങുന്ന, എത്ര അസഹ്യമായ വേദനയിൽ കിടന്ന് പുളയുമ്പോഴും സംഗീതത്തിന്റെ താരാട്ട് വിരൽ കൊണ്ട് താളമീട്ടിയിട്ട് വളരെ മനോഹരമായ ഭാഷയിൽ ലോകത്തെ ഏറ്റവും വലിയ സംഗീതം നൃത്തം വെക്കപ്പെടുന്ന ഒരു മാതൃത്വത്തെ അവതരിപ്പിച്ച ഗർഭാശയം അല്ലാഹു റബ്ബുൽ ഇസ്സത്തിന്റെ റഹ്മാൻ എന്ന പദത്തോട് വളരെ ബന്ധപ്പെട്ട് നിൽക്കുക. അള്ളാഹുവിന്റെ കാരുണ്യത്തെ ബോധ്യപ്പെടാണ് ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം എന്ന വചനത്തിലൂടെ. അത് ബോധ്യപ്പെട്ട അറിയാതെ പറയൂലോ, അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. സർവലോകരെയും പരിപാലിക്കുന്ന, സർവലോകരെയും വളർത്തുന്ന, സർവലോകരെയും ശുശ്രൂഷിക്കുന്ന, സർവലോകരെയും നിലനിർത്തിക്കൊണ്ടുപോകുന്ന, സർവലോകർക്കും ജീവിക്കാൻ ആവശ്യമായ സർവ സംവിധാനങ്ങളും നൽകുന്ന റബ്ബുൽ ആലമീൻ. ഒരു മാതാവ് തന്റെ കുഞ്ഞിനെ വളർത്തുന്ന പ്രക്രിയക്ക് പറയുന്നതാണ് തർബിയത്ത്. മാതാവ് കുഞ്ഞിനെ വളർത്തുന്ന പ്രക്രിയ, ഏത് പാതിരാവിന്റെ കൂരിരുട്ടിലും കുഞ്ഞിന്റെ അലർച്ചയും കരച്ചിലും മുരടലും മൂളലും പെട്ടെന്ന് തിരിച്ചറിഞ്ഞാൽ അതിന്റെ ഭാഷ എന്ത്? ആ കരച്ചിൽ, ആ മുരടൽ, അത് കൊതുക് കടിച്ചിട്ടാണോ, അത് ചൂടെടുത്തിട്ടാണോ, അത് കുഞ്ഞ് വിയർത്തിട്ടാണോ, അത് കുഞ്ഞിന് പനിച്ചിട്ടാണോ, വിശന്നിട്ടാണോ, ദാഹിച്ചിട്ടാണോ എന്ന് ഉറക്കത്തിന്റെ ചടച്ചിലിൽ പോലും കുഞ്ഞിന്റെ മൂളലും മുരടലും ബോധ്യപ്പെടുന്ന ആ കുഞ്ഞിന്റെ ഭാഷയെ തിരിച്ചറിഞ്ഞ ലാളനയുടെയും അതുപോലെ വാത്സല്യത്തിന്റെയും മനുഷ്യരൂപമായ ഉമ്മ അല്ലെങ്കിൽ അമ്മ എന്ന ആ മഹത്തായ പദവിയിലിരിക്കുന്ന പെണ്ണെ, നീ നിന്റെ കുഞ്ഞിനെ ശ്രദ്ധിക്കുന്ന പോലെ അല്ലടോ അള്ളാഹു തന്റെ സൃഷ്ടിയെ ശ്രദ്ധിക്കുന്നത്. റബ്ബുൽ ആലമീനാണ് അല്ലാഹ്. സർവ സൃഷ്ടികളെയും സർവ സൃഷ്ടി ചരാചരങ്ങളെയും അവനല്ലാത്ത എല്ലാത്തിനെയും പരിപാലിക്കുന്നു, വളർത്തുന്നു, പരിരക്ഷിക്കുന്നു, പരിപോഷിപ്പിക്കുന്നു. ഓരോ അവയവത്തിന്റെ കോശങ്ങളും പ്രവർത്തിക്കുന്നു. ആവശ്യാനുസരണം ശ്വസന വായു തന്റെ നാസാരന്ധ്രങ്ങളുടെ ചുവട്ടിലേക്ക് കൊണ്ടുവരുന്നു. കഴിച്ച ഭക്ഷണം ദഹിക്കുന്നു. ഇതൊക്കെ ആരും ആവശ്യപ്പെടാതെ ചെയ്യുന്നവന്റെ പേരാ റബ്ബ്, റബ്ബുൽ ആലമീൻ. നിനക്കാണ് സർവസ്തുതിയും. ഓ അൽഹംദുലില്ലാഹ്. ആ റബ്ബുൽ ആലമീന് സ്തുതി പറഞ്ഞോടത്തും റബ്ബിന്റെ കാരുണ്യം വീണ്ടും ബോധ്യപ്പെട്ടു. അപ്പൊ ഉടനെ പറഞ്ഞു അർറഹ്മാനിർ റഹീം. ഫാത്തിഹയിലെ ആയത്ത അള്ളാഹുവിന്റെ രണ്ട് സിഫത്തുകൾ. ഇതുപോലെ രണ്ട് സിഫത്ത് വെച്ചിട്ടൊരു ആയത്ത് ഖുർആനിൽ മറ്റൊരിടത്ത് കാണൽ പ്രയാസ ഇല്ലാന്നല്ല, ഉണ്ടാവാം. അള്ളാഹു റബ്ബുൽ ഇസ്സത്തിന്റെ കലാമിന്റെ വശ്യമനോഹരമായ അവതരണത്തിൽ റബ്ബിനെ വർണ്ണിക്കുന്നിടത്ത് സൂറത്തുൽ ഫാത്തിഹയുടെ അഴക് അവാജ്യമാണ്. സൂറത്തുൽ ഫാത്തിഹയ്ക്ക് മാത്രമുള്ള ചില ഭംഗിയുണ്ട്. ആ ഭംഗി പറഞ്ഞാൽ ഒരു സാധാരണക്കാരന്റെ ഭാഷയിലേക്ക് വാക്കുകളായി കോർത്തിണക്ക എന്നത് അസാധ്യമാണ്. ഈ ഫാത്തിഹ വലിയൊരു സമ്മാനമായി ജീവിതത്തിൽ ഇടപെടേണ്ട മാസ റജബ്. അള്ളാഹു തൗഫീഖ് നൽകട്ടെ. ഞാൻ സാന്ദർഭികമായി ഓർത്തു പോകാം, ഒരുപാട് ആളുകൾ നമ്മളോട് പറഞ്ഞിട്ടുണ്ട് ഈ റജബ് മാസം വന്നിട്ട് ഒരു ദിവസം 1000 സൂറത്തുൽ ഫാത്തിഹ ഓതുന്നവർ ഉണ്ട് എന്നത് ഞാൻ ഈ സദസ്സിൽ വെച്ച് ഓർത്തു പോവുകയാണ്. അള്ളാഹു നമുക്കൊക്കെ ആ ഭാഗ്യം നൽകട്ടെ, സൂറത്തുൽ ഫാത്തിഹ ജീവിതത്തിൽ വർദ്ധിപ്പിക്കാനുള്ള ഭാഗ്യം.
റബ്ബിന്റെ കാരുണ്യത്തെ വീണ്ടും ബോധ്യപ്പെട്ടു. അർ റഹ്മാനിർ റഹീം. പിന്നെ അള്ളാഹുവിന്റെ ആധിപത്യത്തിലേക്ക് പോവാ, നേരെ ആഖിറത്തിലേക്ക് പോവാ. മാലികി യൗമിദ്ദീൻ. ആ റബ്ബിനെ വഴിപ്പെട്ട് ജീവിച്ചവന് പ്രതിഫലം വിഹിതം ചെയ്യപ്പെടുന്ന ദിവസത്തിന്റെ സർവ അധിപനായ അധികാരിയായ അള്ളാഹ്. അള്ളാഹുവിന്റെ പ്രകീർത്തനങ്ങൾ ഏകദേശം 5ഓളം വചനങ്ങളിൽ, ഈ അധ്യായത്തിന്റെ ആകെയുള്ള 7 വചനങ്ങളിൽ 5ഓളം വചനങ്ങളിൽ അള്ളാഹുവിന്റെ പ്രകീർത്തനം പറഞ്ഞു കഴിഞ്ഞു. ഇനി പറയുന്നത് റബ്ബിനോടുള്ള പ്രകീർത്തനത്തിന്റെ ശേഷം ഒരു പ്രാർത്ഥനയാണ്. 7ൽ 5 ആയത്ത് പ്രകീർത്തനം പറയാൻ, 6ാമത്തെ ആയത്ത് പ്രാർത്ഥന പറയാൻ. പ്രകീർത്തിക്കപ്പെട്ടവനോട് പ്രാർത്ഥിക്കുമ്പോൾ ഇത്രയും വലിയൊരു പ്രകീർത്തനം, പുകഴ്ത്തൽ ആ പ്രാർത്ഥനയുടെ ഗൗരവത്തെ സൂചിപ്പിക്കുന്നു. അത്രയും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു പ്രാർത്ഥനയാണ് സൂറത്തുൽ ഫാത്തിഹ നമ്മുടെ മുന്നിൽ പ്രകടിപ്പിക്കുന്നത്, പരിചയപ്പെടുത്തുന്നത്. അല്ലാഹുവേ, മുസ്തഖീമായ മാർഗത്തിലേക്ക് നീ ചേർക്കണേ. എന്താണ് ഈ മുസ്തഖീമായ മാർഗം? മുസ്തഖീമായ മാർഗം അള്ളാഹു അനുഗ്രഹം ചെയ്തവരുടെ മാർഗം എന്ന് 7ാമത്തെ ആയത്ത് 6ാമത്തെ ആയത്തിന്റെ വിശദീകരണമായി ഇടപെടുന്നു. അള്ളാഹു അനുഗ്രഹം ചെയ്തവരുടെ മാർഗം. സൂറത്തുൽ ഫാത്തിഹയുടെ ഒരു പ്രധാന പ്രമേയം ഈ അനുഗ്രഹം ലഭിച്ചവരുടെ മാർഗം എന്നുള്ള ആ വിശ്വാസത്തിന്റെ ഒരു വലിയ തത്വമാണ് എന്നത് നാം മനസ്സിലാക്കാം. ഇസ്ലാമിക വിശ്വാസത്തിന്റെ ഒരു പ്രധാന തത്വം, അത് ഒരു പ്രമേയമായി നമ്മുടെ മുന്നിൽ അവതരിപ്പിക്കുന്ന സൂറത്തുൽ ഫാത്തിഹയുടെ ഈ പ്രയോഗങ്ങൾ. അല്ലാഹുവേ, മഹാന്മാരുടെ മാർഗത്തിൽ നീ ചേർക്കണേ എന്ന് പറയാൻ വേണ്ടിയിട്ട് അതിന്റെ മുഖവുരയിൽ അള്ളാഹിനെ പ്രകീർത്തിക്കാൻ 5 ആയത്തുകൾ വന്നു. സൂറത്തുൽ ഫാത്തിഹ അത്ഭുതമാണ്, ഞാൻ വിശദീകരിക്കുന്നില്ല. ഏതായാലും കേട്ടോളൂ. ഹബീബായ നബി കരീം സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ നമ്മുടെ മുന്നിൽ ഒരുപാട് കാര്യങ്ങൾ സൂറത്തുൽ ഫാത്തിഹയെ കുറിച്ച് പറഞ്ഞിട്ടുണ്ട്. ഇമാം ബുഖാരിയും മറ്റുമൊക്കെ ഉദ്ധരിക്കുന്ന ഒരു ഹദീസിൽ കാണാം, ആവർത്തിച്ച് ഓതപ്പെടുന്ന ആയത്തുകളാണല്ലോ ഫാത്തിഹയിലെ 7 ആയത്തുകൾ. അതിങ്ങനെ ലോകത്ത് നിരന്തരം ആവർത്തിക്കുകയാണ്. അതിന് പറയുന്ന ഒരു പ്രയോഗമാണ് സബഉൽ മസാനി. هي أم القرآن. عن أبي هريرة رضي الله عنه قال رسول الله صلى الله عليه وسلم هي أم القرآن وهي السبع المثاني وهي القرآن العظيم. സൂറത്തുൽ ഫാത്തിഹ പരിശുദ്ധ ഖുർആനിന്റെ 113 അധ്യായങ്ങളുടെയും ഉമ്മയാണ്. ഉമ്മ എന്ന് പറഞ്ഞാൽ പ്രസവിച്ചവളാണല്ലോ ഉമ്മ. 113 അധ്യായങ്ങൾക്കും പ്രസവം നൽകിയാൽ ആ 113 അധ്യായങ്ങൾ പ്രസവിക്കപ്പെടുന്നതിന് മുന്നേ ഉൾക്കൊണ്ട ഭാഗമാണ് സൂറത്തുൽ ഫാത്തിഹ എന്ന് പറഞ്ഞാൽ ഈ 113 അധ്യായങ്ങളും സൂറത്തുൽ ഫാത്തിഹ ഉൾക്കൊള്ളുന്നു. ഖുർആന്റെ ഉമ്മയാണത്. മക്കൾ എത്ര വലിപ്പമുണ്ടെങ്കിലും ഉമ്മ തന്നെയാ. അൽ ബഖറ എന്ന് പറഞ്ഞ കുട്ടിയൊക്കെ വലിയ വലിപ്പമുള്ളതാ, പക്ഷെ ഉമ്മയാണ്. മാത്രവുമല്ല, വഹിയൽ ഖുർആനുൽ അലീം, സൂറത്തുൽ ഫാത്തിഹ തന്നെയാണ് ഖുർആൻ എന്ന് സയ്യിദുനാ റസൂലുള്ളാഹി സ്വഹീഹുൽ ബുഖാരി ഈ ഹദീസ് രേഖപ്പെടുത്തുന്നുണ്ട്. നമ്മൾ ഈ ചർച്ചയിൽ പങ്കെടുക്കണമല്ലോ, നമ്മൾ ഈ വാക്കുകൾ മനസ്സിലാക്കി വെക്കണമല്ലോ. ജീവിത ആരംഭത്തിൽ ഖുർആനിൽ നാം ആദ്യം പരിചയപ്പെട്ട കുഞ്ഞുനാളിലെ നമ്മുടെ കിളിനാദത്തോടൊപ്പം നമ്മുടെ ഉമിനീരിൽ അലിഞ്ഞു ചേർന്ന, നമ്മുടെ മനസ്സിൽ ഒട്ടിപ്പിടിച്ചിരുന്ന സൂറത്തുൽ ഫാത്തിഹ അക്ഷരം തിരിഞ്ഞ് വായിച്ചു പഠിക്കുന്നതിന് മുന്നേ കേട്ടുപഠിച്ച പരിശുദ്ധ ഖുർആന്റെ ഈ അമൃത് നമ്മുടെ മനസ്സിൽ ഇങ്ങനെ കിടക്കല്ലേ. ഇതേക്കുറിച്ചുള്ള ഒരു മഹത്വം നമ്മൾ അറിഞ്ഞിട്ട് ജീവിതത്തിൽ ഒരു ഫാത്തിഹ മനസ്സിൽ തട്ടിൽ ചൊല്ലിയാൽ അതിന്റെ ഫലം വേറെ തന്നെയാ. അള്ളാഹു തൗഫീഖ് നൽകട്ടെ. റജബിന്റെ മഹത്തായ സമ്മാനമേ സൂറത്തുൽ ഫാത്തിഹ. മുഹമ്മദ് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിക്കുന്നത് കൊണ്ടോളൂ, സൂറത്തുൽ ഫാത്തിഹ ഖുർആൻ മുഴുവനും ഉണ്ട് എന്ന്. ഇനി കാണാം, മഹാന്മാരായ മുഫസ്സിരീങ്ങൾ രേഖപ്പെടുത്തുന്നുണ്ട്. ഇമാം ബൈഹഖി അടക്കമുള്ളവരൊക്കെ ഈ ഉദ്ധരണി പറഞ്ഞിട്ടുണ്ട്. ഏത് ഉദ്ധരണി? ഇനി പറയാൻ പോകുന്നു. മഹാനായ ഹസൻ ബസ്രി റളിയല്ലാഹു അൻഹു ഒരു വലിയ കാഴ്ചപ്പാട് പങ്കുവെക്കുകയാണ്. ഇന്നല്ലാഹ ഔദഅ ഉലൂമൽ കുതുബിസ് സാബിഖത്തി ഫിൽ ഖുർആൻ. മുൻകാലത്ത് കഴിഞ്ഞുപോയ മഹാന്മാരായ അമ്പിയാക്കൾക്ക് അള്ളാഹു നൽകിയ സർവ്വവിജ്ഞാനത്തെയും അള്ളാഹു പരിശുദ്ധ ഖുർആനിൽ സന്നിവേശിപ്പിച്ചിട്ടുണ്ട്. മുൻകാലത്ത് കഴിഞ്ഞുപോയ സർവ്വവേദ ഗ്രന്ഥങ്ങളിലും അള്ളാഹു വെച്ചിട്ടുള്ള അറിവുകൾ മുഴുവനും പരിശുദ്ധ ഖുർആനിൽ അള്ളാഹു വെച്ചിട്ടുണ്ട്.
തൗറാത്തിലെ അറിവുകളും ഇഞ്ചീലിലെയും സബൂറിലെയും അറിവുകൾ, മഹാന്മാരായ പൂർവികരായ അമ്പിയാക്കൾക്ക് ഏടുകൾ വഴി അള്ളാഹു അറിയിച്ചു കൊടുത്ത അറിവുകൾ, എല്ലാ അറിവുകളെയും അള്ളാഹു സൂറത്തുൽ പരിശുദ്ധ ഖുർആനിൽ കൊണ്ടുവന്നിട്ടുണ്ട്. എന്നാൽ എന്നിട്ട് ഖുർആനിലുള്ള സർവ്വ അറിവുകളെയും അള്ളാഹു ഫാത്തിഹയിലേക്ക് വീണ്ടും കൺവെർട്ട് ചെയ്തു വെച്ചിട്ടുണ്ട്. സൂറത്തുൽ ഫാത്തിഹയിലുണ്ട്. ഇനി കേട്ടോളൂ, ഫമൻ അലിമ തഫ്സീറഹാ. സൂറത്തുൽ ഫാത്തിഹയുടെ വ്യാഖ്യാനം പഠിക്കാൻ ഒരാൾക്ക് കഴിഞ്ഞാൽ, നമ്മൾ ഏതെങ്കിലും ഒരു മലയാള പരിഭാഷ എടുത്തുകൊണ്ട് എന്നിട്ട് സൂറത്തുൽ ഫാത്തിഹയുടെ പരിഭാഷ പഠിക്കലല്ല. സൂറത്തുൽ ഫാത്തിഹയുടെ പരിഭാഷ എന്ന് പറഞ്ഞാൽ, അതിന്റെ തഫ്സീർ എന്ന് പറഞ്ഞാൽ അള്ളാഹുവിനെ ബോധ്യപ്പെടല. കാരണം റബ്ബിനെ വർണ്ണിക്കലാണല്ലോ സൂറത്തുൽ ഫാത്തിഹ. റബ്ബിനെ വർണ്ണിക്കുക, അള്ളാഹനെ ബോധ്യപ്പെടലാണ്. സൂറത്തുൽ ഫാത്തിഹയുടെ വ്യാഖ്യാനം ആരെങ്കിലും അറിഞ്ഞു കഴിഞ്ഞാൽ കാന കമൻ അലിമ തഫ്സീറ ജമീഉൽ കുതുബിൽ മുനസ്സല, സൃഷ്ടാവായ അള്ളാഹു ഇറക്കിയ സർവ്വ വേദഗ്രന്ഥങ്ങളെയും പഠിച്ച പോലെയാ സൂറത്തുൽ ഫാത്തിഹ പഠിച്ചാൽ. അള്ളാഹു നമുക്ക് തൗഫീഖ് നൽകട്ടെ. ഇനി കണ്ടോളൂ, ഇമാം ഫഖ്റുദ്ദീൻ റാസി റഹ്മത്തുള്ളാഹി അലൈഹി രേഖപ്പെടുത്തുന്നതായി കാണാം. പരിശുദ്ധ ഖുർആനിന്റെ മുഴുവനും സൂറത്തുൽ ഫാത്തിഹയിലുണ്ട്. അടിസ്ഥാനപരമായി ഖുർആനിൽ ഉൾക്കൊള്ളിക്കപ്പെട്ടിട്ടുള്ള 4 കാര്യങ്ങൾ. ഒന്ന്, അല്ലാഹു റബ്ബുൽ ഇസ്സത്തിന്റെ ആരാധ്യൻ എന്ന പദവിയെ കുറിച്ചുള്ള ചർച്ച, അത് സൂറത്തുൽ ഫാത്തിഹയിൽ ഉണ്ട്. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ എന്ന പ്രയോഗത്തിൽ തന്നെ അത് നിറഞ്ഞു നിൽക്കുന്നു എന്നാണ് ഇമാം റാസി പറയുന്നത്. രണ്ടാമത്, പരിശുദ്ധ ഖുർആനിൽ കാണപ്പെടുന്ന കാര്യങ്ങൾ മഹ്ശറയുമായി ബന്ധപ്പെട്ട് അല്ലെങ്കിൽ പരലോക ജീവിതവുമായി ബന്ധപ്പെട്ട് ദുനിയാവിന് ശേഷമുള്ള ആഖിറത്തിന്റെ കാര്യങ്ങളാണ്, മഅദാണ്. അത് മുഴുവനും സൂറത്തുൽ ഫാത്തിഹയിൽ ഉണ്ട്. എവിടെയുണ്ട്? മാലിക് യൗമിദ്ദീൻ, പ്രതിഫലം നൽകുന്ന അന്നത്തെ ദിവസത്തിന്റെ അധിപൻ എന്ന് പറഞ്ഞ വചനത്തിലുണ്ട്. ഇമാം റാസി പറയുന്നു, ഖുർആനിനെ 4 തരം തിരിച്ചാൽ, അല്ലെങ്കിൽ ഖുർആനിലുള്ള ആയത്തുകളുടെ സ്വഭാവം അനുസരിച്ച് ഖുർആനിനെ തിരിക്കുമ്പോൾ പിന്നെ കാണുന്ന ഒരു പ്രത്യേകത, ഇസ്ബാത്തുൽ ഖളാഇ വൽ ഖദ്രി ലില്ലാഹി തആല. അള്ളാഹുവിന്റെ ഖദർ, അവന്റെ ഖളാ, അവന്റെ വിധി, അതേക്കുറിച്ചുള്ള ഒരു പ്രയോഗം പരിശുദ്ധ ഖുർആൻ സൂറത്തുൽ ഫാത്തിഹയിലെ ഇഹ്ദിനസ് സിറാത്തുൽ മുസ്തഖീം, അള്ളാഹുവേ മഹാന്മാരുടെ വഴിയിൽ സിറാത്ത് മുസ്തഖീമിൽ ചേരാൻ നീ വിധിയാക്കണേ എന്ന പ്രാർത്ഥനയുടെ വചനമായ ആ ആയത്തിൽ ഉണ്ട്. പിന്നെ കാണുന്ന സൂറത്തുൽ ഫാത്തിഹയുടെ പരിശുദ്ധ ഖുർആനിന്റെ മറ്റൊരു പ്രത്യേകത, മഹാന്മാരായ അമ്പിയാക്കളുടെ നിയോഗവുമായി ബന്ധപ്പെട്ടിട്ടുള്ള ചരിത്ര സംഭവങ്ങളും മറ്റുമൊക്കെയാണ്. ഇതും സൂറത്തുൽ ഫാത്തിഹയിലുണ്ട്. സിറാത്തുൽ ലദീന അൻഅംത അലൈഹിം, അല്ലാഹു നിഅമത്ത് ചെയ്തവരെ കുറിച്ച് പറയുന്നു. അപ്പൊ ഖുർആനിനെ അടിസ്ഥാനപരമായി ആയത്തുകളുടെ സ്വഭാവം അനുസരിച്ച് 4 തരം തിരിക്കുന്ന ആ 4 പ്രത്യേകതകളെയും സൂറത്തുൽ ഫാത്തിഹയിലെ 7 ആയത്തിൽ നമുക്ക് കാണാം. 6000-ൽ പരം ആയത്തുകളിലുള്ള വിശേഷണങ്ങളെ 7 ആയത്ത് കൊണ്ട് ഗ്രഹിക്കാൻ കഴിയുന്ന ഒരു വലിയ മാസ്മരികമായ പദഘടനയാണ് സൂറത്തുൽ ഫാത്തിഹ. അപ്പൊ കേട്ടോളൂ, പരിശുദ്ധ ഖുർആനിന്റെ ഉമ്മയാണെന്ന് പറയാനുള്ള ഒരു കാരണമായി ഇമാം റാസി ഇത് രേഖപ്പെടുത്തുന്നുണ്ട്. ഇനി കേട്ടോളൂ, ഹബീബായ നബി തങ്ങൾ പഠിപ്പിക്കുന്നു സല്ലല്ലാഹു അലൈഹി വസല്ലം, മാ അൻസലല്ലാഹു ഫിത് തൗറാത്തി വലാ ഫിൽ ഇൻജീലി വലാ ഫിൽ ഖുർആനി മിസ്ല ഉമ്മിൽ ഖുർആൻ വഹിയ സബഉൽ മസാനി. നേരത്തെ പറഞ്ഞ ഹദീസ്, അതായത് തൗറാത്തിലും ഇൻജീലിലും സബൂറിലും ഖുർആനിലും ഒന്നും ഇതുപോലത്തെ ഒരു അധ്യായം വേറെ ഇല്ല എന്ന് പറഞ്ഞ ഹദീസ്. ഇനി കേട്ടുള്ളൂ, അതിന്റെ ബാക്കി ഈ റിവായത്തിൽ ഇങ്ങനെ കാണാം. ഇമാം തുർമുദി, നസായി ഒക്കെ ഈ റിവായത്ത് ഉദ്ധരിക്കുന്നതായി കാണാം. വഹിയ മഖ്സൂമത്തും ബൈനി വ ബൈന അബ്ദി, അല്ലാഹുവിന്റെയും അവന്റെ അടിമയുടെയും ഇടയിൽ അല്ലാഹു തആല വീതിച്ചു കൊടുത്തിട്ടുള്ള ഒരു വലിയ ബന്ധമാണ് സൂറത്തുൽ ഫാത്തിഹ. അല്ലാഹുവിന്റെയും അവന്റെ അടിമയുടെയും ഇടയിലെ ഒരു വലിയ ബന്ധം. അല്ലാഹുവിലേക്ക് ബന്ധപ്പെടാണല്ലോ ഇയ്യാക നഅ്ബുദു എന്ന് പറഞ്ഞിട്ട്, ഇഹ്ദിനസ് സിറാത്തുൽ മുസ്തഖീം, റബ്ബിലേക്ക് സംബോധന ചെയ്തുകൊണ്ട് റബ്ബിനോട്, റബ്ബിന്റെ സൃഷ്ടി ബന്ധപ്പെടുന്ന ഒരു വലിയ പാലമാണ് സൂറത്തുൽ ഫാത്തിഹ. സയ്യിദുനാ റസൂലുള്ളാഹി
സല്ലല്ലാഹു അലൈഹി വസല്ലം. അപ്പൊ അള്ളാഹുവിലേക്കുള്ള ഒരു വലിയ ബന്ധം എന്ന നിലയിൽ സൂറത്തുൽ ഫാത്തിഹ പതിവാക്കുന്നവർ, സൂറത്തുൽ ഫാത്തിഹ വർദ്ധിപ്പിക്കുന്നവർ റബ്ബിന്റെ അടുത്ത ആളുകളാണ്. അള്ളാഹുവിനോട് വലിയ അടുപ്പം കിട്ടും. അള്ളാഹുവിനോട് വലിയ അടുപ്പം ഉണ്ടെങ്കിൽ അതിനർത്ഥം ആ മനുഷ്യൻ ദുആ ചെയ്ത ഉത്തരവുണ്ട്, ആ മനുഷ്യൻ ചെയ്യുന്ന ഇബാദത്തുകൾക്ക് ഉത്തരവുണ്ട്. അള്ളാഹുവിലേക്കുള്ള ഏറ്റവും വലിയൊരു പാലം, ദിവസത്തിൽ 100 വട്ടവും 1000 വട്ടവും നമ്മൾ ആ പാലം സൃഷ്ടിക്കുക വഴി റബ്ബിലേക്ക് എത്താൻ നമുക്ക് എത്ര എളുപ്പം. ഒരു ഫാത്തിഹയുടെ ബന്ധം മതിയല്ലോ അള്ളാഹുവിലേക്ക് എത്താൻ. അള്ളാഹു നമുക്ക് തൗഫീഖ് നൽകട്ടെ. അള്ളാഹുവിന്റെ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിക്കുന്നു, മഹാന്മാർ രേഖപ്പെടുത്തുകയാണ്. ഹബീബായ നബി തങ്ങൾ പറയുന്നു, ഇന്നല്ലാഹ ലാ യുഅതി ലിഖാരിഇ തൗറാത്തി വൽ ഇൻജീലി മിന സവാബി മിസ്ല മാ യുഅതി ലിഖാരിഇൽ ഖുർആൻ. തൗറാത്ത്, ഇൻജീല് പോലെയുള്ള പൂർവ്വ ഗ്രന്ഥങ്ങളിൽ എത്ര ശ്രേഷ്ഠത ഉണ്ട് അതിന്റെ പാരായണത്തിനെന്ന് പറഞ്ഞാലും ഒരു ഫാത്തിഹയോളം നിലനിൽക്കില്ല ആ ഗ്രന്ഥങ്ങളുടെ പാരായണത്തിന്റെ കൂലി എന്ന് പുണ്യനബി സല്ലല്ലാഹു അലൈഹി മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം. കാരണം സൂറത്തുൽ ഫാത്തിഹ അല്ലാഹു തആല ഈ സമുദായത്തിന്റെ ശ്രേഷ്ഠതയിലേക്ക് ചേർത്തിരിക്കുന്ന കാര്യമാണ്. ഇത് അല്ലാഹു സുബ്ഹാനഹു വ തആല ബിഫദ്ലിഹി ഫളല ഹാദിഹിൽ ഉമ്മ അലാ ഗൈരിഹാ മിനൽ ഉമം. സൂറത്തുൽ ഫാത്തിഹ ഈ സമുദായത്തിൽ എത്തുക വഴി സൂറത്തുൽ ഫാത്തിഹ ഉള്ള സമുദായം എന്ന നിലയിൽ ഈ സമുദായത്തെ അള്ളാഹു മഹത്വവൽക്കരിച്ചു എന്ന് പുണ്യനബി സല്ലല്ലാഹു അലൈഹി മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം. ധാരാളം കാര്യങ്ങൾ സൂറത്തുൽ ഫാത്തിഹയുമായി ബന്ധപ്പെട്ട് നമ്മൾ മുമ്പ് പലപ്പോഴും ഒക്കെ പറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് ഞാൻ കൂടുതൽ അതിലേക്ക് വിശദീകരിക്കുന്നില്ല, കടന്നു വരുന്നില്ല. ഇതിന്റെ അവതരണം ഹിജറയുടെ മുമ്പ് മക്കയിലാണ് എന്ന് മുഫസ്സിരീങ്ങൾക്ക് അഭിപ്രായമുണ്ട്. സൂറത്തുൽ ഫാത്തിഹയുടെ അവതരണം ഹിജറയുടെ ശേഷം അഥവാ മദീനയിൽ വെച്ചാണെന്ന് അഭിപ്രായമുണ്ട്. ഈ രണ്ടും സാധിച്ചിട്ടുണ്ട് എന്ന്, അതായത് മക്കയിലും അവതരിച്ചിട്ടുണ്ട് മദീനയിലും അവതരിച്ചിട്ടുണ്ട്, അങ്ങനെയും അഭിപ്രായമുണ്ട്. അത്രത്തോളം സൂറത്തുൽ ഫാത്തിഹ ഇസ്ലാമിക പഠന രംഗങ്ങളിൽ വളരെ നിറഞ്ഞു നിൽക്കുന്ന ഒരു വലിയ ചർച്ചയായി മാറിയിരിക്കുക. സൂറത്തുൽ ഫാത്തിഹയുടെ മഹാന്മാരായ മുഫസ്സിരീങ്ങൾ ഉദ്ധരിക്കുന്ന മിക്കവാറും തഫ്സീറുകളുടെ അടിസ്ഥാനത്തിൽ നമുക്ക് സൂറത്തുൽ ഫാത്തിഹയുടെ പ്രധാനപ്പെട്ട 20ഓളം പേരുകൾ ഒരു വട്ടം അറിയാം എന്നത് നമുക്കൊന്ന് ചർച്ച ചെയ്യാം, പഠിക്കാം, അറിയാം എന്നത് ആഗ്രഹിക്കുകയാണ്. ഒന്നാമത്തെ പേര് സൂറത്തുൽ ഫാത്തിഹയുടെ ഒന്നാമത്തെ പേര് ഫാത്തിഹ എന്നാണ്. ഫാത്തിഹ കാരണം തുടങ്ങുന്നത് എന്നർത്ഥം, താക്കോൽ എന്നൊക്കെ പ്രയോഗിക്കാവുന്ന ഒരു അർത്ഥമാണ് ഫാത്തിഹ. തുടങ്ങി കിട്ടുക, തുടക്കം എന്നാണ് സൂറത്തുൽ ഫാത്തിഹയുടെ ഫാത്തിഹ എന്ന പേരിന്റെ അർത്ഥം. പിന്നെ കാണുന്നത് സൂറത്തുൽ ഫാത്തിഹയുടെ രണ്ടാമത്തെ പേര് ഉമ്മുൽ ഖുർആൻ, ഖുർആന്റെ ഉമ്മ എന്നാണ്. അതായത് ഖുർആൻ മുഴുവനും സൂറത്തുൽ ഫാത്തിഹയിൽ ഉണ്ട് എന്നതാണ് അതിന് അടിസ്ഥാനം. പിന്നെ കാണുന്നത് സൂറത്തുൽ കെൻസ് എന്നാണ്. മഹാനായ സയ്യിദുന ജിബ്രീൽ അലൈഹിസ്സലാം മുഹമ്മദ് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് പറഞ്ഞല്ലോ, നബിയെ, സൂറത്തുൽ ഫാത്തിഹ സ്വർഗത്തിൽ നിന്നും കൊണ്ടുവരപ്പെട്ടിട്ടുള്ള സൂറത്തുൽ ഫാത്തിഹ അള്ളാഹുവിന്റെ അർശിന്റെ ചുവട്ടിൽ നിന്നും കൊണ്ടുവരപ്പെട്ടിട്ടുള്ള ഒരു നിധിയാണ് എന്ന് സയ്യിദുന ജിബ്രീൽ അലൈഹിസ്സലാം പറഞ്ഞിട്ടുണ്ട്. മിൻ കൻസിൻ തഹ്തൽ അർശി, അള്ളാഹുവിന്റെ അർശിന്റെ ചുവട്ടിൽ നിന്നും കൊണ്ടുവരപ്പെട്ടിട്ടുള്ള ഒരു നിധിയാണ് സൂറത്തുൽ ഫാത്തിഹ. സൂറത്തുൽ ഫാത്തിഹയുടെ 5ാമത്തെ പേര് കാഫിയ എന്നാണ്, പര്യാപ്തമായത്. പിന്നെ കാണാം 6ാമത്തെ പേര് വാഫിയ, പരിപൂർണമായത്. 7ാമത്തെ പേര് ഷാഫിയ, രോഗശമനം. 8ാമത്തെ പേര് ഷിഫ, രോഗശമനം. 9ാമത്തെ പേര് സബഉൽ മസാനി. ഫാത്തിഹ നിസ്കാരത്തിലും അല്ലാതെയും ഒക്കെയായി നിരന്തരം ആവർത്തിക്കപ്പെടുന്ന 7 ആയത്തുകൾ സബഉൽ മസാനി. സൂറത്തുൽ ഫാത്തിഹയുടെ 10ാമത്തെ പേര് സൂറത്തുൻ നൂർ, പ്രകാശം. പിന്നെ കാണാം സൂറത്തുൽ റുഖ്യ, മന്ത്രിച്ചൂതാൻ ഏറ്റവും നല്ല മരുന്ന് സൂറത്തുൽ ഫാത്തിഹയാണ്. സൂറത്തുൽ ഫാത്തിഹ ഓതി മന്ത്രിക്കണം. 12ാമത്തെ പേര് സൂറത്തുൽ ഹംദി വശുക്ർ, അള്ളാഹ്ക്ക് സ്തുതിയും റബ്ബിന് നന്ദിയും അറിയിക്കുന്ന അധ്യായം. അതിന്റെ തുടക്കം തന്നെ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ എന്ന. പിന്നെ കാണാം സൂറത്തുൽ ഫാത്തിഹയുടെ 13ാമത്തെ പേര് സൂറത്തുൽ ദുആ. സൂറത്തുൽ ദുആ എന്നാണ് ഒരു പേര്. കാരണം ലോകത്തെ ഏറ്റവും വലിയ പ്രാർത്ഥന ഉൾക്കൊള്ളുന്നത് ഇഹ്ദിനസ് സിറാത്തുൽ മുസ്തഖീം എന്ന പ്രാർത്ഥന ഉൾക്കൊള്ളുന്ന അധ്യായം സൂറത്തുൽ ഫാത്തിഹയാണ്. പിന്നെ കാണാം സൂറത്തുൽ ഫാത്തിഹയുടെ മറ്റൊരു പേര് തഅലീമുൽ മസ്അലത്തിൽ ഇസ്തിമാലിഹാ അലാ ദാലിക, കർമ്മശാസ്ത്രവും അതുപോലെ വിശ്വാസശാസ്ത്രവും പോലെയുള്ള മസ്അലകൾ, ചോദ്യോത്തരങ്ങൾ പഠിക്കാൻ പറ്റിയ ഒരു ഇടമാണ് സൂറത്തുൽ ഫാത്തിഹ, ഒരു വലിയ പാഠശാല. പിന്നെ കാണാം സൂറത്തുൽ മുനാജാത്ത്,
റബ്ബുമായുള്ള സംഭാഷണത്തിന് അള്ളാഹുവോട് നേർക്കുനേർ സംസാരിക്കാനുള്ള ഒരു വലിയ ബന്ധമാണ് സൂറത്തുൽ ഫാത്തിഹ. സൂറത്തുൽ ഫാത്തിഹയുടെ ഒരു പേര് സൂറത്തുൽ മുനാജാത്ത്. അതുപോലെ തന്നെ സൂറത്തുൽ തഫ്വീദ്, റബ്ബിലേക്ക് ചേർക്കലാണ് സൂറത്തുൽ ഫാത്തിഹ. സൂറത്തുൽ സുആൽ, അള്ളാഹുവോട് ചോദിക്കുന്ന അധ്യായം. ഇഹ്ദിന സിറാത്തൽ മുസ്തഖീം, ചോദ്യം ഉന്നയിക്കുന്ന അധ്യായം. അതുപോലെ തന്നെ സൂറത്ത് ഉമ്മുൽ കിതാബ്, ഖുർആനിന്റെ ഉമ്മ എന്ന് നേരത്തെ പറഞ്ഞ ഉമ്മുൽ ഖുർആൻ എന്ന പോലെ തന്നെ ഉമ്മുൽ കിതാബ് എന്ന പേരുമുണ്ട്. ഫാത്തിഹത്തുൽ ഖുർആൻ, ഖുർആന്റെ തുടക്കം എന്ന പേരുണ്ട്. സൂറത്തുൽ ഫാത്തിഹയുടെ 20ാമത്തെ പേര് സൂറത്തു സ്വലാ, നിസ്കാരത്തിന്റെ സൂറത്ത് എന്ന പേരുണ്ട്. കാരണം ഇത് നിസ്കാരത്തിൽ ഫർളായതുകൊണ്ട്. അപ്പൊ അത്രത്തോളം സൂറത്തുൽ ഫാത്തിഹ നമ്മുടെ സാധാരണ ജീവിതത്തിൽ ബന്ധപ്പെടുന്നതിനെയും അടിസ്ഥാനമാക്കിയാൽ ഈ 20 പേരുകൾക്ക് വലിയ ബന്ധം അല്ലെങ്കിൽ വലിയ ഇടം നമ്മുടെ ജീവിതത്തിൽ ഉണ്ട് എന്നുള്ളത് മനസ്സിലാക്കാവുന്നതാണ്. അള്ളാഹു തൗഫീഖ് നൽകട്ടെ. ഒരു ഹദീസ് കേട്ടോളൂ. ഹബീബായ നബി കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിക്കുന്നു, മഹാനായ പ്രവാചകൻ പഠിപ്പിക്കുന്നു സല്ലല്ലാഹു അലൈഹി വസല്ലം. ഇമാം മുസ്ലിം അവിടുത്തെ സ്വഹീഹിൽ ഉദ്ധരിക്കുന്നു, ഇമാം നസായി അവിടുത്തെ സുനനിൽ ഉദ്ധരിക്കുന്നു. ഹബീബായ നബി തങ്ങൾ പഠിപ്പിക്കുന്നു സല്ലല്ലാഹു അലൈഹി വസല്ലം, മൻ സല്ലാ സ്വലാത്തൻ ലം യഖറ ഫീഹാ ഉമ്മുൽ ഖുർആനി ഫഹിയ ഖിദാജ്. ഫാത്തിഹ ഓതാതെയുള്ള നിസ്കാരം, അതായത് ഫാത്തിഹ സ്വഹീഹാവാത്ത രീതിയിൽ എന്തെങ്കിലുമൊക്കെ ഓതിയാൽ പോരാ. ഒരു ഫാത്തിഹ ഉച്ചാരണ ശുദ്ധിയോടുകൂടെ ഓതി പഠിച്ചു വെക്കണം. ഫാത്തിഹ ഓതി പഠിക്കണം. ഫാത്തിഹയിൽ പിശക് വരാൻ പാടില്ല. ഫാത്തിഹ നന്നായി, ഫാത്തിഹയിലൂടെ ഒരു മനുഷ്യൻ നിസ്കാരത്തെ നിർവഹിക്കുമ്പോൾ അവൻ ആനന്ദത്തിലൂടെ, ഫാത്തിഹ എന്ന് പറയുന്ന ഒരു സന്തോഷത്തിലൂടെ നിസ്കാരം നിർവഹിച്ചാൽ എത്ര വലിയ കബൂലിയത്ത. ഹബീബ് പഠിപ്പിക്കുന്നു, ഫാത്തിഹ ഇല്ലാത്ത നിസ്കാരം അതുകൊണ്ട് യാതൊരുവിധ ഗുണവുമില്ല എന്ന് 3 വട്ടം പറഞ്ഞു മുഹമ്മദ് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം. മഹാനായ അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹുവിനോട് മഹാന്മാരായ പല സ്വഹാബികളും ഈ ഹദീസ് പറഞ്ഞു കൊടുക്കുമ്പോൾ ചോദിക്കുന്നുണ്ട്, ഞങ്ങൾക്ക് ഇമാമായി അങ്ങ് നിസ്കരിക്കണം, കാരണം അങ്ങ് നന്നായി ഫാത്തിഹ അറിയാവുന്ന ആളാണ്. മഹാനായ അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു അപ്പോൾ പറയുന്നു, ഞാൻ നിങ്ങൾക്ക് ഇമാമായി നിസ്കരിക്കാം. ഹബീബായ നബിതങ്ങളിൽ നിന്നും സൂറത്തുൽ ഫാത്തിഹയെ കുറിച്ച് കേട്ടത് കുറച്ച് കാര്യം ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരട്ടെ. പറഞ്ഞു തന്നാലും റസൂലുള്ളാഹി പറഞ്ഞിട്ടുണ്ട്, ഒരാൾ ഫാത്തിഹ ഓതുമ്പോൾ അള്ളാഹുവിന്റെ ഭാഗത്ത് നിന്നും 7 ആയത്തുകൾക്കും റിപ്ലൈ ഉണ്ട് എന്ന് മുഹമ്മദ് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം സ്വഹീഹ് മുസ്ലിം ഈ ഹദീസ് രേഖപ്പെടുത്തിയിട്ടുണ്ട്. അള്ളാഹുവിന്റെ ഖുർആനിലെ മറ്റൊരു ആയത്തും മറ്റൊരു അധ്യായവും പാരായണം ചെയ്യുമ്പോൾ സൃഷ്ടിയുടെ പാരായണത്തിന് അള്ളാഹു മറുപടി കൊടുക്കുന്ന ഒരേ ഒരു അധ്യായം, സൃഷ്ടി പാരായണം ചെയ്യുമ്പോൾ അള്ളാഹു മറുപടി കൊടുക്കുന്ന ഒരേ ഒരു അധ്യായം സൂറത്തുൽ ഫാത്തിഹ. ഒരാൾ സൂറത്തുൽ ഫാത്തിഹയിലൂടെ അള്ളാഹുവോട് ചോദ്യം ഉന്നയിക്കുന്നു, അള്ളാഹുവിനെ വിശേഷിപ്പിക്കുന്നു, അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ, പടച്ച റബ്ബേ സർവസ്തുതിയും നിനക്കാണെന്ന് പറയുമ്പോൾ അള്ളാഹു തിരിച്ചു പറയും, ഹമ്മദനി അബ്ദി, എന്റെ അടിമ എന്നെ സ്തുതിച്ചല്ലോ. അർ-റഹ്മാനിർ റഹീം, പടച്ചോനെ നീ കാരുണ്യവാനാ, നിന്റെ കാരുണ്യത്തെ മുൻനിർത്തുന്നു, കാരുണ്യത്തെ അംഗീകരിക്കുന്നു എന്ന് പറയുമ്പോൾ അള്ളാഹു പറയും, എന്റെ അടിമ എന്നെ സ്തുതിച്ചു പറഞ്ഞല്ലോ. മാലിക് യൗമിദ്ദീൻ എന്ന അടിമ ഓതുമ്പോൾ അള്ളാഹു പറയും, എന്റെ അടിമ എന്നെ മഹാനായി അംഗീകരിച്ചല്ലോ. ഇയ്യാക നഅ്ബുദു വ ഇയ്യാക നസ്തഈൻ എന്ന എന്റെ അടിമ പ്രാർത്ഥിക്കുമ്പോൾ അള്ളാഹു ആ സമയം പറയുമല്ലോ, അവൻ എന്നോട് ഒരു കാര്യം ആവശ്യപ്പെട്ടതാ, സിറാത്ത് മുസ്തഖീം എന്ന ജീവിതത്തിന്റെ പരമലക്ഷ്യത്തിലേക്ക്, ഹിദായത്തിലേക്ക് അള്ളാഹു നീ ചേർക്കണേ എന്ന് ചോദിച്ചത് എന്റെ അടിമയ്ക്ക് ഞാൻ ഉത്തരമായി നൽകുമെന്ന് അള്ളാഹുവിന്റെ മറുപടി വരുമെന്ന് മുഹമ്മദ് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം. എന്റെ അടിമയുടെ പ്രാർത്ഥനയെ ഞാൻ കേട്ടു, അവൻ ചോദിച്ചതിന് ഞാൻ ഉത്തരം ചെയ്യുമെന്ന് അള്ളാഹു മറുപടി പറയുമെന്ന് മുഹമ്മദ് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം. അപ്പൊ ഈ 7 ആയത്തുകൾ, അള്ളാഹു ഈ 7 ആയത്ത് പാരായണം ചെയ്യുന്നത് കേട്ടാൽ അള്ളാഹു തആല ആ മനുഷ്യനോട് മറുപടി പറയുമെന്ന് പുണ്യനബി സല്ലല്ലാഹു അലൈഹി വസല്ലം. റജബിന്റെ സമ്മാനമാണ് ഈ 7 ആയത്തുകൾ. ഈ 7 ആയത്ത് പാരായണം ചെയ്യുന്ന ആൾക്ക് ഓരോ ആയത്തിനും അള്ളാഹു മറുപടി പറയുമെന്ന് പുണ്യനബി സല്ലല്ലാഹു അലൈഹി വസല്ലം സ്വഹീഹ് മുസ്ലിം, ഇമാം നസായി സുനനിൽ ഒക്കെ ഇത് രേഖപ്പെടുത്തുന്നതായി നമുക്ക് കാണാൻ കഴിയും. അള്ളാഹു തൗഫീഖ് നൽകട്ടെ. സ്വഹാബികളുടെ കൂട്ടത്തില് മഹാനായ അബൂ സഈദ് അൽ ഖുദരി റളിയല്ലാഹു അൻഹു വലിയ മഹാനാണല്ലോ. മുഹമ്മദ് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ സ്വഹാബികളിൽ പ്രമുഖനും പണ്ഡിതനുമാണ്. അബൂ സഈദ് അൽ ഖുദരി റളിയല്ലാഹു അൻഹു പറയുന്നുണ്ട്, ഞങ്ങള് സ്വഹീഹുൽ ബുഖാരി, സ്വഹീഹ് മുസ്ലിം, അബൂ ദാവൂദ് ഒക്കെ ഈ ഹദീസ് രേഖപ്പെടുത്തിയിട്ടുണ്ട്. ഈ ഹദീസ് വളരെ സ്വഹീഹായ ഹദീസ്, സിഹാഹിന്റെ കിതാബുകളിലൊക്കെ വളരെ നിറഞ്ഞു നിൽക്കുന്ന ഹദീസ്. മറ്റൊന്നുമല്ല, അബൂ സഈദ് അൽ ഖുദരി റളിയല്ലാഹു അൻഹു പറയുന്നുണ്ട്, ഞങ്ങളൊരു യാത്ര പോയപ്പോ
യാത്രയുടെ ഇടയിൽ വിശ്രമിക്കണമല്ലോ. യാത്രയുടെ ഇടവേളയിൽ ഞങ്ങൾ വിശ്രമിക്കാൻ വേണ്ടി ഇറങ്ങിയപ്പോൾ ഞങ്ങൾ ഇറങ്ങിയ പ്രദേശത്ത് പെട്ടെന്നൊരു പെൺകുട്ടി പ്രത്യക്ഷയാവുകയും അവൾ വന്നിട്ട് ഒരു വലിയ സങ്കടം ഞങ്ങളോട് പറഞ്ഞു. ഇന്ന സയ്യിദുൽ ഹയ്യ് സലീം, ഞങ്ങളുടെ ഹയ്യ് ഗോത്രത്തിലെ നേതാവ് പാമ്പ് കടിയേറ്റ് കിടക്കാണ്. പാമ്പ് കടിയേറ്റ ആളെ ഞങ്ങളുടെ കൂട്ടത്തിൽ വിഷം തീണ്ടിയാൽ ചികിത്സിക്കാൻ പറ്റിയ ആളുകളൊന്നും സ്ഥലത്തില്ലല്ലോ. അതുകൊണ്ട് ഈ വിജനമായ പ്രദേശത്ത് തമ്പടിച്ച് താമസിക്കുന്ന യാത്രക്കാരായ നിങ്ങളിൽ ആരെങ്കിലും ഫഹൽമിൻകും റാഖ്, ആത്മീയ ചികിത്സ ചെയ്ത് മന്ത്രിച്ചൂതി വിഷം ഇറക്കാൻ കഴിവുള്ള ആരെങ്കിലും ഈ കൂട്ടത്തിലുണ്ടോ എന്ന് ചോദിച്ചു. ഇത് സ്വഹീഹുൽ ബുഖാരി, സ്വഹീഹ് മുസ്ലിം ഉദ്ധരിച്ച ഹദീസാണ്. മന്ത്രിച്ചൂതി വിഷം തീണ്ടിയാളുടെ വിഷം ഇറക്കാൻ കഴിവുള്ള ഏതെങ്കിലും ഒരാൾ ഈ കൂട്ടത്തിലുണ്ടോ എന്ന് ചോദിച്ചു. അപ്പോൾ മഹാനായ അബൂ സഈദ് അൽ ഖുദരി റളിയല്ലാഹു അൻഹു എണീറ്റ് ആ പെൺകുട്ടിയുടെ കൂടെ അങ്ങോട്ട് പോവുകയും ചെയ്തു. അങ്ങനെ മഹാന്മാരായ സ്വഹാബത്ത് പറയുന്നുണ്ട്, മാകുന്നാ നബിനുഹു ബിറുഖിയത്തിൻ, അദ്ദേഹത്തിന് വലിയ മന്ത്രിച്ചൂതാനൊക്കെ കഴിവുണ്ട് എന്നൊന്നും ഞങ്ങൾക്കറിയില്ല. കാരണം അത്രയൊന്നും അദ്ദേഹത്തിൽ ഞങ്ങൾ പ്രതീക്ഷിച്ചില്ല. അങ്ങനെ മഹാനവറുകൾ പോയി മന്ത്രിച്ചൂതി. ആ മന്ത്രിച്ചൂതലോടുകൂടെ വിഷം ഇറങ്ങി ഓതണ്ട പോലെ ഓതണം. സൂറത്തുൽ ഫാത്തിഹയോടൊരു ബന്ധം വേണം. എന്തെങ്കിലും ഒരു ഫാത്തിഹ ഓതിയിട്ട് എന്തെങ്കിലും ഒരു ഓത്ത് ഓതി കഴിഞ്ഞാൽ അത് ഓതലാവില്ല. സൂറത്തുൽ ഫാത്തിഹയോടുള്ള സ്നേഹം, ബഹുമാനം, ഉൾക്കൊണ്ടിട്ടുള്ളതായ മാനസികമായ ബന്ധം, ഇതൊക്കെ ഉണ്ടെങ്കിൽ അൽ ഖുർആനു ലിമാ ഖുരിഅ ലഹു എന്ന് പുണ്യ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം. അള്ളാഹു റബ്ബുൽ ഇസ്സത്ത് ഇത് ഓതുമ്പോൾ എന്താവശ്യത്തിനാണ് ഓതുന്നത് ആ ആവശ്യം നിറവേറ്റി കൊടുക്കുമെന്ന് പുണ്യ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം. അങ്ങനെ മന്ത്രിച്ചൂതി വിഷം ഇറക്കി 30 ആടുകളെ സമ്മാനമായി ആ ഗോത്രത്തിൽ നിന്നും ലഭിച്ചു. 30 ആടുകളെയും കൊണ്ടുവന്നു. യാത്രയുടെ തുടർന്നുള്ള ഭാഗത്ത് മഹാനവറുകൾ ദാഹം ശമിപ്പിക്കാൻ വേണ്ടി അതിൽ കറന്നെടുക്കാൻ, പാലുള്ള ആടുകളൊക്കെ കറന്നെടുക്കാൻ പറയുകയും സ്വഹാബികൾക്കിടയിൽ ആ പാല് കുടിക്കാൻ കൊടുക്കുകയൊക്കെ ചെയ്തു. ചിലരത് സ്വീകരിച്ചു, ചിലരത് സ്വീകരിച്ചില്ല. സ്വീകരിക്കാത്തവർ പറഞ്ഞു, റസൂലുള്ളാഹിയോട് ചോദിക്കാതെ ഇത് മേടിച്ചു കഴിക്കാൻ ഞങ്ങൾക്ക് പറ്റൂല. കാരണം ഖുർആൻ ഓതി ഊതിയിട്ടാണ് നീ കാശ് മേടിച്ചത്. അങ്ങനെ കാശ് മേടിക്കാൻ കൊള്ളാവോ ഇല്ലയോ എന്നതിനെ പറ്റി ഒരു ഉത്തരം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയണം. അതുകൊണ്ട് ഞങ്ങൾ അവിടെ ചെന്ന് ചോദിക്കാതെ ഞങ്ങൾ നിന്റെ കയ്യിൽ നിന്നും സ്വീകരിക്കില്ല അബൂ സഈദേ. ഫലമ്മാ ഖദിംനൽ മദീനത, അങ്ങനെ ഞങ്ങൾ മദീനയിലെത്തിയപ്പോൾ ദക്കർനാഹു ലിന്നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, ഞങ്ങൾ റസൂലുള്ളാഹിയോട് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഇത് മുഴുവനും പറഞ്ഞു, ഉണ്ടായ കാര്യങ്ങളൊക്കെ പറഞ്ഞു. മൂപ്പരോട് 30 ആട് മേടിച്ചിട്ടാ വന്നിരിക്കുന്നത് നബിയെ. ഫഖാല, ഹബീബായ നബി തങ്ങൾ ഞെട്ടിപ്പോയി സല്ലല്ലാഹു അലൈഹി വസല്ലം. അവിടുന്ന് പറഞ്ഞു, വമാ കാന യുദ്രീഹി അന്നഹാ റുഖിയാ, അബൂ സഈദിന് ആരാ പഠിപ്പിച്ചു കൊടുത്തത്? വമാ കാന യുദ്രീഹി, റസൂലുള്ളാഹി അത്ഭുതത്തോടുകൂടെ പറഞ്ഞു. ആ മാ എന്നത് തഅജ്ജുബിന്റെ സീഗയാണെന്ന് മഹാന്മാരായ മുഹദ്ദിഥീങ്ങൾ രേഖപ്പെടുത്തുന്നുണ്ട്. സാന്ദർഭികമായി പറഞ്ഞതാണ്, സാധാരണക്കാർക്ക് ഇത് മനസ്സിലായിക്കൊള്ളുന്നില്ല. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഒരു പ്രയോഗം, അത്ഭുതത്തെ കുറിക്കുന്ന പ്രയോഗം. അബൂ സഈദ് എന്നവർക്ക് ഫാത്തിഹ ഓതിയാൽ മന്ത്രിച്ച് ഫലം കാണാം എന്ന അറിവ് ആര് പറഞ്ഞു കൊടുത്തു? ആരാണത് പറഞ്ഞു കൊടുത്തത്? അതുകൊണ്ട് അത് വലിയ ശരി തന്നെയാണ് അദ്ദേഹം ചെയ്തത്. അദ്ദേഹം അതിന് കൂലി വാങ്ങിയത് ശരിയാണ്. അബൂ സഈദ് കൊണ്ടുവന്ന ആ സമ്മാനത്തിന്റെ ഒരു വിഹിതം എനിക്കും തരണേ. അതായത് ഇത്തിരി പാലെങ്കിലും അതിൽ നിന്ന് കറന്ന്, ഖുർആൻ ഓതിയിട്ട് കിട്ടിയതല്ലേ, അതിന് ബർക്കത്തുണ്ട്. മുഹമ്മദ് റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ആ കാര്യത്തിൽ ഫാത്തിഹ ഓതി മന്ത്രിച്ച് വിഷമിറക്കിയ സ്വഹാബി സ്വീകരിച്ച സമ്മാനത്തെ ഹബീബായ നബി തങ്ങൾ ചോദിച്ചു വാങ്ങുന്ന പോലെ അതിനോടൊരു ബഹുമാനം കാണിച്ചു എന്ന് സ്വഹീഹുൽ ബുഖാരി, സ്വഹീഹ് മുസ്ലിം. ഈ ഹദീസിന്റെ വ്യാഖ്യാനത്തിൽ ശറഹ് മുസ്ലിമിൽ ഇമാം നവവി രേഖപ്പെടുത്തുന്നു, വഫിൽ ഹദീസി ദലീലുൻ അലാ ജവാസിർ റുഖിയത്തി ബിൽ ഖുർആൻ, ഖുർആൻ ഓതി മന്ത്രിച്ചൂതല് ജായിസാണ് എന്ന് ഈ ഹദീസ് പഠിപ്പിക്കുന്നുണ്ട്. ഇമാം നവവി പറഞ്ഞതാണ്, ഞാൻ പറഞ്ഞതല്ല. വബി ദിക്രില്ലാഹി വ അഖ്ദിൽ ഉജ്റത്തി അലൈഹ, ഖുർആൻ മാത്രമല്ല എന്തെങ്കിലും ദിക്റുകളും ചൊല്ലി ഒരാളെ മന്ത്രിച്ചൂതല് അനുവദനീയമാണെന്ന് ഈ ഹദീസ് തെളിവാണ്. ഇമാം നവവി പറയുന്നു, മാത്രവുമല്ല മന്ത്രിച്ചൂതിയ ശേഷം, ഖുർആൻ ഓതി മന്ത്രിച്ചൂതിയ ശേഷം എന്തെങ്കിലും കൂലി കൊടുത്താൽ, അതിന്റെ പേരിൽ കൂലി കൊടുത്താൽ, അഖ്ദിൽ ഉജ്റത്തി അലൈഹ, ഈ മന്ത്രിച്ചൂതി അതിന്റെ പേരിൽ എന്തെങ്കിലും കൂലി കൊടുത്താൽ അത് സ്വീകരിക്കുന്നതും ജായിസാണ്. ലിഅന്നൽ ഖിറാഅത വന്നഫസ മിനൽ അഫ്ആലിൽ മുബാഹ, കാരണം അനുവദനീയമാണ്, പുണ്യമാണ് ഖുർആൻ ഓതല്, മന്ത്രിച്ചൂതൽ പുണ്യമാണ് എന്ന് മഹാനായ ഇമാം നവവി ശറഹ് മുസ്ലിമിൽ ഈ ഹദീസിന്റെ വ്യാഖ്യാനത്തിൽ രേഖപ്പെടുത്തുന്നുണ്ട്. അള്ളാഹു നമുക്ക് തൗഫീഖ് നൽകട്ടെ.
ഒരു പ്രകാശമായി ആകാശത്ത് നിന്നും ഇറങ്ങി വന്നതാ ഫാത്തിഹ. നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാവണം ഇതിനോട് ഒരു ബന്ധം. അള്ളാഹു നമുക്ക് തൗഫീഖ് നൽകട്ടെ. എന്റെയും എൻ്റെ അടിമയുടെയും ഇടയിൽ വീതിക്കപ്പെട്ട അധ്യായമാണ്, ഒരു ബന്ധമാണ് സൂറത്തുൽ ഫാത്തിഹ എന്ന് ഈ അധ്യായത്തെക്കുറിച്ച് അള്ളാഹു പറഞ്ഞതായി മുഹമ്മദ് റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഇമാം തുർമുദി ഉദ്ധരിച്ചിട്ടുണ്ട്. ഇമാം നസായി അവിടുത്തെ സുനനിൽ ആ ഹദീസ് പറയുന്നുണ്ട്. വഹിയ മഖ്സൂമത്തുൻ ബൈനി വ ബൈന അബ്ദി. അപ്പൊ അള്ളാഹുവോടുള്ള ഏറ്റവും വലിയ ബന്ധമാണ് ഈ അധ്യായം, ഈ 7 ആയത്ത്. ജീവിതത്തിൽ കൂടുതൽ ചൊല്ലണം. ഒരു ഹദീസും കൂടി പറയാം. ഇമാം മുസ്ലിം അവിടുത്തെ സ്വഹീഹിൽ ഹദീസ് പറയുന്നുണ്ട്. ഇമാം നസായി അവിടുത്തെ സുനനിൽ ഹദീസ് പറയുന്നുണ്ട്. ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹുമാ ഖാല ബൈന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം വഇൻദഹു ജിബ്രീൽ സമിഅ നഖീലൻ ഫൗഖഹു ഫറഫഅ ജിബ്രീൽ അലൈഹിസ്സലാം ബസ്റഹു ഇല السماء فقال هذا باب قد فتح من السماء فتح من السماء ما فتح قط. ഹബീബായ നബി തങ്ങൾ ഇങ്ങനെ ജിബ്രീൽ അലൈഹിസ്സലാത്തു വസ്സലാമിന്റെ സാന്നിധ്യത്തിൽ നിൽക്കുമ്പോൾ ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു പറയുന്നു, റസൂലുള്ളാഹി പഠിപ്പിച്ചു കൊടുത്തതാ, പെട്ടെന്ന് ആകാശത്തിൽ നിന്നും ഒരു ശബ്ദം കേൾക്കുകയും ആ ശബ്ദം കേട്ട ഉടനെ ആകാശത്തിൽ നിന്നും ഒരു കവാടം തുറന്ന പോലെ ഒരു പ്രകാശത്തിന്റെ അംശം മുഹമ്മദ് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ അടുക്കിലേക്ക് ഒരു മലക്ക് ഇറങ്ങി വരുന്നു. മഹാനായ ജിബ്രീൽ അലൈഹിസ്സലാത്തു വസ്സലാം തൊട്ടടുത്തുണ്ട്. ആ മലക്ക് നബിയോട് പറയുന്നു, അല്ലാഹു തആല അങ്ങേക്ക് തന്നിരിക്കുന്ന സമ്മാനം, അല്ലാഹു തന്നിരിക്കുന്ന പ്രകാശമാണ് സൂറത്തുൽ ഫാത്തിഹ. അതുപോലെ തന്നെ പരിശുദ്ധ ഖുർആനിലെ സൂറത്തുൽ ബഖറയുടെ അവസാനത്തെ ഭാഗം, അതായത് ആമന റസൂൽ. ഈ 2 കാര്യങ്ങൾ അല്ലാഹു തന്ന പ്രകാശമാണിത്. മറ്റാർക്കും ഈ പ്രകാശം കൊടുത്തിട്ടില്ല നബിയെ. അതുകൊണ്ട് ഈ 2 പ്രകാശം കൊണ്ടങ്ങ് സന്തോഷിക്കണേ എന്ന് പെട്ടെന്ന് ഒരു മലക്ക് ഇറങ്ങി വന്നിട്ട് മുഹമ്മദ് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് ഫാത്തിഹയുടെ വിശേഷം പറഞ്ഞു എന്ന് സ്വഹീഹ് മുസ്ലിം ഈ ഹദീസ് രേഖപ്പെടുത്തുന്നുണ്ട്. അപ്പൊ അത്രത്തോളം ഫാത്തിഹ സൂറത്ത് കൊണ്ട് റസൂലുള്ളാഹിനെ അള്ളാഹു സന്തോഷിപ്പിച്ചിട്ടുണ്ട്. അള്ളാഹു തൗഫീഖ് നൽകട്ടെ. ഹബീബിനെ അള്ളാഹു സന്തോഷിപ്പിച്ചു. ഒരു ഹദീസും കൂടി പറഞ്ഞിട്ട് ഞാൻ അവസാനിപ്പിക്കാം. ഇമാം മാലിക് അവിടുത്തെ മുവത്തയിൽ ഈ ഹദീസ് രേഖപ്പെടുത്തുന്നുണ്ട്. മഹാനായ അബൂ സഈദ് മൗലാ ബിൻ ആമിർ റളിയല്ലാഹു അൻഹു മഹാനവറുകൾ പറയാം, ഒരിക്കൽ ഉബയ്യ് ഇബ്നു കഅബ് റളിയല്ലാഹു അൻഹു പള്ളിയിൽ നിസ്കരിച്ചുകൊണ്ടിരിക്കുക. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ നിസ്കാരം കഴിഞ്ഞപ്പോൾ അദ്ദേഹത്തെ വിളിച്ചു. അദ്ദേഹം ഹബീബിന്റെ അടുത്തേക്ക് ചേർന്ന് നിന്നു. അപ്പോൾ ഹബീബായ നബി തങ്ങൾ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം മഹാനായ ഉബയ്യ് ഇബ്നു കഅബ് റളിയല്ലാഹു അൻഹുവിനെ ചേർത്ത് പിടിച്ചപ്പോൾ ഉബയ്യ് ഇബ്നു കഅബ് റളിയല്ലാഹു അൻഹു അത് ആസ്വദിക്കുകയാണ്. അദ്ദേഹത്തിന്റെ നെഞ്ചിൽ ഹബീബായ നബി തങ്ങൾ സ്നേഹത്തോടെ കൈവച്ചു. എന്നിട്ട് റസൂലുള്ളാഹി മുഖത്തേക്ക് അങ്ങനെ സ്നേഹത്തോടു കൂടെ നോക്കി. എന്നിട്ട് മഹാനായ ഹബീബായ നബി തങ്ങൾ മുഖത്ത് നോക്കിയിട്ട് നിസ്കാരം കഴിഞ്ഞ് പുറത്തേക്ക് പോവാ, 2 ആളും മുഖത്തേക്ക് നോക്കി സ്നേഹത്തോടെ. എന്നിട്ട് ചോദിച്ചു, ഇന്നി ലഅർജു അൻ അല്ലാ തഖ്റുജ മിൻ ബാബിൽ മസ്ജിദി ഹത്താ തഅല്ലമ സൂറതൻ മാ ഉൻസില ഫി തൗറാത്തി വലാ ഫിൽ ഇൻജീൽ വലാ ഫിൽ ഖുർആനി മിസ്ലുഹാ. ഉബയ്യ് ഇബ്നു കഅബ്, മോനെ, നിന്നെ എനിക്ക് വലിയ ഇഷ്ടാ, വലിയ സ്നേഹ എന്ന ഒരു മൗന ഭാഷയിൽ ആ മുഖത്ത് നോക്കിയിട്ട് റസൂലുള്ളാഹി പറഞ്ഞു, സ്നേഹത്തോടുകൂടെ ഏൽപ്പിക്കുന്ന പോലെ, സ്നേഹത്തോടുകൂടെ ഒരു സമ്മാനം കൊടുക്കുന്ന പോലെ ഉബയ്യ് ഇബ്നു കഅബിനോട് റസൂലുള്ളാഹി പറഞ്ഞു, മോനെ, ഈ പള്ളിയിൽ നിന്ന് പുറത്തേക്ക് കടക്കുന്നതിന് മുമ്പായിട്ട് 2 ആളും ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുക, ഞാൻ നിനക്കൊരു മഹത്തായ അധ്യായം പഠിപ്പിച്ചു തരാം. തൗറാത്തിലോ ഇൻജീലിലോ ഖുർആനിൽ തന്നെ അതുപോലത്തെ ഒരു അധ്യായമല്ല, ആ ഒരു അധ്യായം ഞാൻ നിനക്ക് പഠിപ്പിച്ചു തരട്ടെ. ഈ പള്ളിയിൽ നിന്നും പുറത്തേക്ക് ഇറങ്ങുന്നതിന് മുമ്പ് ഞാൻ പറഞ്ഞുതരാം എന്ന് പറഞ്ഞ് നെഞ്ചിൽ കൈവച്ചിട്ട് ഉബയ്യ് ഇബ്നു കഅബിനോട് സ്നേഹത്തോടു കൂടെ മുഖത്ത് നോക്കിയിട്ട് റസൂലുള്ളാഹി സന്തോഷത്തോടു കൂടെ പഠിപ്പിച്ചു കൊടുത്തു. മഹാനായ ഉബയ്യ് ഇബ്നു കഅബ് റളിയല്ലാഹു അൻഹു പറഞ്ഞു, അള്ളാഹുവിന്റെ റസൂല് പള്ളിയിൽ നിന്നും പുറത്ത് കടക്കുന്നതിന് മുമ്പ് പഠിപ്പിച്ചു തരാമെന്ന് പറഞ്ഞ ആ അധ്യായം ഏതാണെന്ന് അറിയാനുള്ള ആകാംക്ഷ. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം എന്റെ കൈ പിടിച്ചുകൊണ്ട് പുറത്തേക്ക് നടക്ക, എങ്ങാനും പുറത്ത് കടന്നാൽ പിന്നെ അതെനിക്ക് കിട്ടിയില്ലെങ്കിലോ എന്നോർത്ത് ഞാൻ എന്റെ നടത്തം പതുക്കെ പുറകോട്ട് വലിഞ്ഞ് മെല്ലെ ഞാൻ നടക്കാൻ തുടങ്ങി. എന്തിനാ റജാ ദാലിക, പള്ളിയിൽ നിന്ന് പുറത്ത് കിടക്കുന്നതിന് മുമ്പ് എനിക്ക് പഠിപ്പിച്ചു തരാന്നാ പറഞ്ഞത്. അത് കൊതിച്ചു പോയതിന്റെ പേരില് ഹബീബായ നബി തങ്ങൾ പറഞ്ഞു, മഹാനായ നബി തങ്ങൾ പറഞ്ഞു, മോനെ, ഞാൻ നിനക്ക് പഠിപ്പിച്ചു തരാം. ഉബയ്യ് ഇബ്നു കഅബ് റളിയല്ലാഹു അൻഹു ചോദിച്ചു, നബിയെ, മസ്സൂറത്തുല്ലത്തി വഅതനി, പറയേ നബിയെ, ഏത് സൂറത്താണ് തൗറാത്തിലും ഇൻജീലിലും ഖുർആനിൽ പോലും അതുപോലത്തെ മഹത്വമുള്ള ഒരു അധ്യായമില്ല എന്നങ്ങ് പറഞ്ഞ ആ സൂറത്ത് ഏതാണ് നബിയെ? പറഞ്ഞാലും ഖാല സല്ലല്ലാഹു അലൈഹി വസല്ലം, ഹബീബ് പറഞ്ഞു, കൈഫ തഖറു ഇദ ഫതഹത സ്വലാ, നിസ്കരിക്കാൻ നിന്ന് കഴിഞ്ഞാൽ നീ ഏത് സൂറത്താടാ ആദ്യം ഓതാ? മഹാനവറുകൾ പറഞ്ഞു, ഞാൻ
ഫാത്തിഹയ ഓതാ, ഒന്ന് ഓദിക്കേ. ഫഖറഅതു അലൈഹി അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ ഹത്താ അതൈതു അലാ ആഖിരിഹാ. ഞാൻ സൂറത്തുൽ ഫാത്തിഹ മുഴുവനും റസൂലുള്ളാഹിക്ക് ഓതി കേൾപ്പിച്ചു. ഫഖാല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, പള്ളിയുടെ വാതിൽക്കലേക്ക് എത്തിക്കൊണ്ടിരിക്കുക റസൂലുള്ളാഹി പറഞ്ഞു, ഹിയ ഹാദിഹി സൂറ വഹിയ സബഉൽ മസാനി വൽ ഖുർആനുൽ അലീം അല്ലദീ ഉഅതീതു. മോനെ, ഇതാണോ ഞാൻ പറഞ്ഞ അധ്യായം, ഇത് സൂറത്തുൽ ഫാത്തിഹയാണ്, ഇത് സബഉൽ മസാനിയാണ്, ഇത് തന്നെയാണ് ഖുർആൻ, ഇതാണ് എനിക്ക് നൽകപ്പെട്ട നിധിയെന്ന് സയ്യിദുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലാ മുഹമ്മദ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അല്ലാഹു തൗഫീഖ് നൽകട്ടെ. റജബിന്റെ സമ്മാനമാണ് ഈ 7 ആയത്തുകൾ. ഈ 7 ആയത്തുകൾ ജീവിതത്തിൽ ഉണ്ടാവണം. ഞാൻ ഒന്നുകൂടി പറയാം, റജബിൽ അള്ളാഹു തന്ന 2 സമ്മാനം. ഒന്ന് നിസ്കാരത്തിന്റെ ഏറ്റവും പ്രധാനമായ ഘടകം, അതിന്റെ ബേസ് 4 ഫാത്തിഹയാണ്. 4 റക്അത്തിൽ 3 റക്അത്തിൽ 3 ഫാത്തിഹയാണ്. നിസ്കാരത്തിൽ ഫർളായി വന്നിട്ടുള്ള നിസ്കാരത്തിന്റെ ഉള്ളിലെ ഏറ്റവും പ്രധാനപ്പെട്ട അമലായ ഫാത്തിഹ, അത് റജബിന്റെ സമ്മാനമാണ്, അത് നിസ്കാരത്തിന്റെ സമ്മാനമാണ്. അള്ളാഹു തൗഫീഖ് നൽകട്ടെ. ജീവിതത്തിൽ അള്ളാഹുവോട് അടുക്കാൻ കഴിയുന്ന ഏറ്റവും വലിയ മന്ത്രം ഈ 7 ആയത്തുകളാണ്. അള്ളാഹു തൗഫീഖ് നൽകട്ടെ.